അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 2 പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രക്ക നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ നേന്ത്രക്കായ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കായ 4 കഷ്ണമാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. കായ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വിളഞ്ഞ നേന്ത്രക്കായ നോക്കി വേണം എടുക്കാനായിട്ട്. ഇനി നേന്ത്രക്കായ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഈ നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഈ നേന്ത്രക്കായ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ നേന്ത്രക്കായ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ ഫുള്ളായിട്ട് നേന്ത്രക്കായ മുങ്ങിക്കിടക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നേന്ത്രക്കായ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്നും നേന്ത്രക്കായ എടുത്തു മാറ്റാം. അപ്പൊ നേന്ത്രക്കായ വെള്ളത്തിൽ നിന്നും എടുത്തതിന് ശേഷം ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചൂട് മാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂട് മാറാൻ നിൽക്കണ്ട, ചെറിയൊരു ചൂട് വേണം. നേന്ത്രക്കായ തൊലിയിൽ നിന്ന് മാറ്റാം. തൊലിയിൽ നിന്നും നേന്ത്രക്കായ മാറ്റിയിട്ടുണ്ട്. ഇനി നേന്ത്രക്കായ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. ഞാൻ എന്തരച്ചാലും ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും, ആരോഗ്യത്തിനും നല്ലതാണ്. ഇപ്പം മീൻ കറി ആയാലും അവിയലായാലും തോരനായാലും എന്ത് നമ്മൾ അരച്ചെടുക്കുന്നുവോ അതിന്റെ കൂടെയൊക്കെ കുറച്ച് കറിവേപ്പില ഇതുപോലെ അരച്ച് എടുക്കുന്നത് നല്ല ടേസ്റ്റും ആയിരിക്കും, ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നേന്ത്രക്കായ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേന്ത്രക്കായ ചെറിയ ചൂടോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും, അരച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ അരച്ചെടുത്ത നേന്ത്രക്കായ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അരച്ച് കിട്ടുമ്പോൾ വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി സവാള എടുത്താൽ മതിയാവും. ഇനി 2 പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്, 1 ടീസ്പൂൺ ഉണ്ടാവും. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാകും. നമ്മളിതിൽ പച്ചമുളക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മല്ലിയില ഒഴിവാക്കിയിട്ട് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ്. ബ്രെഡിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, അരിപ്പൊടി എടുക്കാം. അതാവുമ്പോൾ ഒരു 1/4 കപ്പ് വീതം, ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റും കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3 ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുക്കുമ്പോൾ ബ്രെഡിന്റെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രെഡിന് പകരം 3-4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ നേന്ത്രക്കായ വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാം.
ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ദാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ അതൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വീണ്ടും ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പം എല്ലാം കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റാണ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കടല നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ നമ്മൾ എണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണ തടവിയോ വെള്ളം നനച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ടൈറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് എല്ലാ ഭാഗവും ലെവൽ ചെയ്ത് കൊടുക്കാം. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം എല്ലാം ഉരുട്ടി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളക് പൊടിയും ഈ റവയുടെയും അരിപ്പൊടിയുടെയും എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഉരുട്ടി പരത്തി വെച്ചത് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതാ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചൂടായി പോകരുത്. ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ റവയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിതിൻ്റെ പുറത്ത് റവയല്ലേ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ചെറിയൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പച്ച നേന്ത്രക്കായ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടിട്ട് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. 2 നേന്ത്രക്കായ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ചൂടാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ 2 പച്ച നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്